നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചത്. ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് എന്നാണ് അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ ഇടപാടിൽ കലിപൂണ്ടിട്ടാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകൾ അത് ചത്ത സമ്പദ് വ്യവസ്ഥകളാണ് എന്ന് അന്ന് ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തിയത്. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന് ഇന്ത്യയോട് നിരവധി തവണ അമേരിക്കയും ട്രംപുമെല്ലാം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ ആ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ രാജ്യ താൽപ്പര്യം മാത്രമാണ് വലുത്. ഇന്ത്യ ഏറ്റവും വലിയ ഒരു എണ്ണ ഇറക്കുമതി രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഒന്നാം സ്ഥാനം ചൈനയും രണ്ടാം സ്ഥാനം ഇന്ത്യക്കുമാണ് എന്നാണ് കേൾക്കുന്നത്. ഈ രീതിയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം, എണ്ണയുൽപാദനമില്ലാത്ത വേണ്ടത്ര അളവിലില്ലാത്ത ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് ഭാരത സർക്കാരിൻ്റെ കടമയാണ്. റഷ്യയിൽ കെട്ടിക്കിടക്കുന്ന എണ്ണ ഇന്ത്യക്ക് വലിയ ഇളവിൽ അന്താരാഷ്ട്ര വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ നൽകാമെന്ന് സമ്മതിക്കുന്നു. കാരണം റഷ്യൻ എണ്ണ ഉപരോധം കാരണം അവിടെ കെട്ടിക്കിടക്കുകയാണ്. റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് മുതലെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം അത് മറ്റൊരു കാര്യമാണ്. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾ ഒരു രാഷ്ട്രത്തിനോടൊപ്പം നിൽക്കുന്നില്ല. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരോടും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ എണ്ണ വാങ്ങുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും എത്ര എണ്ണ വാങ്ങണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അതിൽ മറ്റൊരു രാജ്യവും ഇടപെടേണ്ട എന്നതായിരുന്നു ഇന്ത്യയുടെ സ്റ്റാൻഡ്. മുൻകാലങ്ങളിൽ അമേരിക്ക കണ്ണുരുട്ടിയാൽ അനുസരിക്കുന്ന രാജ്യമൊന്നുമല്ല ഇന്ത്യ എന്ന് ട്രംപിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാനായി, അതായത് പറഞ്ഞാൽ അനുസരിക്കാത്തത് കൊണ്ട് അരിശം പൂണ്ടിട്ടാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. കാരണം ആ അഭിപ്രായത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നിരവധി കണക്കുകൾ ലഭ്യമാണ്. വസ്തുതകൾ ട്രംപ് പറഞ്ഞതിനൊക്കെ നേരെ വിപരീത ദിശയിലാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ ലോകത്ത് തന്നെ GDPയുടെ അടിസ്ഥാനത്തിൽ 4-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയ രാജ്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് 10-ാം സ്ഥാനത്ത് നിന്നും നമ്മൾ 4-ാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയത്. അത് 3-ാം സ്ഥാനത്തേക്ക് ഉടനടി എത്തും എന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് ഇന്ത്യൻ ഇക്കോണമിയെ വിളിച്ചത്. അത് കേട്ടുകൊണ്ട് അതിനെ എൻഡോസ് ചെയ്യാൻ, അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടെ ചിലരൊക്കെ ഉണ്ടായിരുന്നു എന്നും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ട്രംപ് ഡെഡ് എക്കോണമി എന്ന് വിശേഷിപ്പിച്ച അതേ ഇക്കോണമി തന്നെ അമേരിക്കയെ മലർത്തി അടിച്ചിരിക്കുകയാണ്. പുതിയ കണക്കുകൾ പ്രകാരം ആഗോള GDP വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യങ്ങളിൽ 2-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചു കയറിയിരിക്കുകയാണ്. ഇതുവരെ 2-ാം സ്ഥാനത്തുണ്ടായിരുന്നത് അമേരിക്കയായിരുന്നു. അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യ കുതിച്ചുയർന്നിരിക്കുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ആഗോള GDP വളർച്ച, ആഗോള GDP വളർച്ച, ആ ആഗോള GDP വളർച്ചയിൽ ചൈനയാണ് 1-ാം സ്ഥാനത്ത്. ഏതാണ്ട് ചൈനയുടെ സംഭാവന 26.6%. ആ രാജ്യമാണ് 1-ാം സ്ഥാനത്ത്. ഇന്ത്യയുടേത് ഇക്കൊല്ലം 17%. അതായത് അമേരിക്കയ്ക്ക് മുന്നിലാണ്, ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ. അമേരിക്കയുടെ റേറ്റ് എന്ന് പറയുന്നത് 10-ൽ താഴെയാണ്. 9.9% അമേരിക്ക ആഗോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ആഗോള GDP വളർച്ചയ്ക്ക് നൽകുന്ന സംഭാവന. ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു രാജ്യമായ ജർമ്മനി 0.9% മാത്രമാണ് GDP വളർച്ചയിൽ സംഭാവന നൽകിയിരിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന രാജ്യം കഴിഞ്ഞ കുറേ കൊല്ലമായി സ്ഥിരമായി വളരെ മികച്ച സാമ്പത്തിക വളർച്ച നേടുന്ന രാജ്യമാണ്. ചൈനയെപ്പോലും പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല വളരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി 1-ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. അത് ഇന്ത്യ സർക്കാർ നടപ്പിലാക്കുന്ന ചില പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഫലമായിട്ടാണ് ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ചെലവ് നടത്തുന്നു. മാത്രമല്ല ഇന്ത്യയെ ഒരു നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആത്മനിർഭർ ഭാരത്, അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ, ഈ പദ്ധതികളെല്ലാം രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ വളർത്താനുള്ള പദ്ധതി, ഇതെല്ലാം തന്നെ ഈ മേഖലയിൽ രാജ്യത്തിന് വലിയ കുതിപ്പ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വളർച്ച GDP വളർച്ച അത് കഴിഞ്ഞ കുറേ കാലമായി സ്റ്റേബിളായി നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. അത് അന്താരാഷ്ട്ര GDP വളർച്ചയിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ വളർന്നിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡെഡ് എക്കോണമി എന്ന് വിശേഷിപ്പിച്ച, അങ്ങനെ വിളിച്ച അതേ ഇക്കോണമി തന്നെ ഇപ്പോൾ അമേരിക്കൻ ഇക്കോണമിയെ പിന്തള്ളിക്കൊണ്ട് ലോകത്ത് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ആഗോള GDP വളർച്ചയിൽ നൽകുന്ന സംഭാവനയുടെ കാര്യത്തിലാണ് ഇന്ത്യയും ചൈനയും ചേർന്നാൽ ഏതാണ്ട് 43.6%, ആഗോള GDP വളർച്ചയുടെ 43.6% നൽകുന്നത് ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളാണ്. ഈ രീതിയിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ മുൻതൂക്കം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാനായി രാജ്യങ്ങൾ നിരവധി മുന്നോട്ട് വന്നിട്ടുണ്ട്. UK അടക്കമുള്ള രാജ്യങ്ങൾ, യൂറോപ്പുമായി ഇപ്പോൾ ഇന്ത്യ ഒപ്പുവച്ചിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, ഇതെല്ലാം തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചൈനയ്ക്കൊപ്പം ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സംഭാവന നൽകുന്ന രാജ്യമായി ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.